ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ധീരം റിലീസ് ചെയ്തതോടെ നടൻ ഇന്ദ്രജിത് സുകുമാരൻ വീണ്ടും മലയാള സിനിമാ ലോകത്ത് സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ASP സ്റ്റാലിൻ ജോസഫ് എന്ന ശക്തനും ഗൗരവക്കാരനുമായ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ് ധീരം എന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ചത്. ഈ ചിത്രം ഇന്ദ്രജിത്ത് എന്ന നടന്റെ അഭിനയ വൈവിധ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. ഒരു പ്രമുഖ നടന്റെ മകൻ എന്ന മേൽവിലാസത്തിൽ വന്ന് സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ ഈ നടന്റെ കരിയർ ഗ്രാഫും വ്യക്തിജീവിതത്തിലെ ഊഷ്മളമായ ബന്ധങ്ങളും എപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ്. ധീരം എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും പങ്കെടുത്ത നിമിഷങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തുടക്കം മുതലേ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ധീരം. ആളുകൾക്ക് ഇഷ്ടമാവുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളതെന്ന് സംവിധായകനും താരങ്ങളുമെല്ലാം പ്രമോഷൻ പരിപാടികളിൽ ഉറപ്പു നൽകിയിരുന്നു. റിലീസിന് മുന്നോടിയായി ഇന്ദ്രജിത്തും പൂർണിമയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ചിത്രത്തിന്റെ വിജയത്തിൽ താരകുടുംബത്തിനുള്ള പ്രതീക്ഷ വിളിച്ചോതുന്നതായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായി ഇന്ദ്രജിത്ത്, പൂർണിമ, പ്രാർത്ഥന എന്നിവർ തിയേറ്ററിലെത്തി. കുറെ നാളായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ മൂവിക്കെന്ന് പ്രാർത്ഥന പങ്കുവച്ചു. സിനിമ കണ്ട ശേഷം കാത്തിരുന്നതിന് കാര്യമുണ്ടായി. സിനിമ നല്ലതാണെന്ന പൂർണിമയുടെയും പ്രാർത്ഥനയുടെയും പ്രതികരണം പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ഇളയ മകൾ നക്ഷത്രയുടെ അഭാവത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അവൾക്ക് 18 ആയില്ലല്ലോ, 17 ആയതേ ഉള്ളൂ. അതിന്റെ വിഷമത്തിലാണെന്ന ഇന്ദ്രജിത്തിന്റെ രസകരമായ മറുപടി കുടുംബ ബന്ധത്തിന്റെ സ്നേഹവും തമാശയും വെളിവാക്കുന്നു. ഇന്ദ്രജിത്ത് എന്ന നടന്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യമാണ്. ബാലതാരമായി സിനിമയിലെത്തിയ ശേഷം കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഇന്ദ്രജിത്ത് ശ്രദ്ധേയനാവുന്നത്. മീശമാധവൻ എന്ന ചിത്രത്തിലെ ഈപ്പൻ പാപ്പച്ചി എന്ന വില്ലൻ കഥാപാത്രം ഇന്നും മലയാളികൾ ഓർക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ശരീരഭാഷയും പ്രത്യേക മാനറിസവും ആ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കി. പിന്നീട് സഹനായകൻ, നായക വേഷങ്ങളിലേക്ക് മാറിയ ഇന്ദ്രജിത്ത് താൻ ഏത് തരം വേഷവും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ചു. കോമഡി, റൊമാൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു. ഇന്ദ്രജിത്തിനെ കുറിച്ച് ആരാധകരും സഹപ്രവർത്തകരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. മലയാള സിനിമ ഇന്നും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. തന്റെ സഹോദരനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ പോലും ഈ കാര്യം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠനാണെന്ന് കരുതി ഇന്ദ്രജിത്തിൽ താൻ അവസരം കൊടുത്തിട്ടില്ലെന്നും കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയാണ് അവസരം നൽകിയതെന്നുമാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയത്. താൻ സംവിധാനം ചെയ്ത ലൂസിഫർ, എമ്പുരാൻ എന്നീ ചിത്രങ്ങളിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ ഇന്ദ്രജിത്തിന്റെ പ്രതിഭയെ പൃഥ്വിരാജ് പോലും അടിവരയിടുന്നു. ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് സഹോദര ബന്ധം മലയാള സിനിമയിലെ ഏറ്റവും ഊഷ്മളമായ ബന്ധങ്ങളിൽ ഒന്നാണ്. കുട്ടിക്കാലം മുതലേ ഇളയ സഹോദരനായ രാജുവിനോട് ഇന്ദ്രജിത്തിന് പ്രത്യേക സ്നേഹവും കരുതലുമായിരുന്നു. വികൃതി കാണിച്ചാൽ പൃഥ്വിരാജിനെ തല്ലാനൊന്നും അവൻ സമ്മതിക്കില്ല. അവൻ കുഞ്ഞല്ലേ അമ്മ എന്ന് പറഞ്ഞ് ഇടയിൽ കയറുമായിരുന്നു. അനിയൻ വന്നതോടെ ഇന്ദ്രന് കൂടുതൽ പക്വത വരികയായിരുന്നു എന്നും മാതാവ് മല്ലിക സുകുമാരൻ മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തിരക്കിട്ട ജീവിതത്തിനിടയിൽ എപ്പോഴും കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ലെങ്കിൽ പോലും തനിക്കൊരു ആവശ്യം വന്നാൽ പൃഥ്വി മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമെന്നും ഇന്ദ്രജിത്ത് ഉറപ്പിച്ചു പറയുന്നു. ഈ പരസ്പര വിശ്വാസമാണ് അവരുടെ ബന്ധത്തിന്റെ കരുത്ത്. എമ്പുരാന്റെ ഷൂട്ടിംഗ് സമയത്ത് പൂർണിമയും സുപ്രിയയും ഇല്ലാതെ ഇരുന്ന ഒരു ദിവസം അവർ പബ്ബിലൊക്കെ ഒന്നിച്ചു പോയതും വെറുതെ അലമ്പ് കാണിച്ച് നടന്നതും ഇന്ദ്രജിത്ത് ഓർത്തെടുത്തു. ഈ ലളിതമായ ഓർമ്മകൾ പോലും സഹോദരങ്ങൾ തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇന്ദ്രജിത്ത് മുംബൈയിലേക്ക് മാറിയതിൽ പിന്നെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കുറഞ്ഞു. സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തിരക്കിലാണ്. എങ്കിലും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. ദൂരവും തിരക്കുകളും അവരുടെ ബന്ധത്തിലെ ആഴത്തെ ബാധിച്ചിട്ടുമില്ല. ഇന്ദ്രജിത്തിന്റെ കരിയർ പോലെ തന്നെ ശ്രദ്ധേയമാണ് പൂർണിമയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും. 21 വയസ്സിലായിരുന്നു ഇന്ദ്രജിത്തും പൂർണിമയും വിവാഹിതരായത്. അന്ന് കാര്യമായ ജോലിയോ ബാങ്ക് ബാലൻസോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് വളരുകയായിരുന്നു എന്നാണ് ഇന്ദ്രജിത്ത് ഈ ദാമ്പത്യത്തെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ബന്ധം കേവലം പ്രണയം മാത്രമല്ല, പരസ്പര വളർച്ചയുടെയും പിന്തുണയുടെയും കഥയാണെന്നും വ്യക്തമാകുന്നു. അഭിനയത്തിൽ നിന്ന് മാറി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പൂർണിമ വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്തിടെ സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഈ ഒരു തിരിച്ചുവരവ് നേരത്തെ ആഗ്രഹിച്ചതാണെന്നും ഇപ്പോഴാണ് അതിനുള്ള അവസരം വന്നതെന്നുമായിരുന്നു അവരുടെ പ്രതികരണം. ഭർത്താവിന്റെ കരിയറിനൊപ്പം സ്വന്തം കരിയറും സ്വപ്നങ്ങളും പൂർണിമ ചേർത്ത് പിടിക്കുന്നു. ധീരം എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ASP സ്റ്റാലിൻ ജോസഫ് എന്ന കഥാപാത്രത്തിലൂടെ ഇന്ദ്രജിത്ത് സുകുമാരൻ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ്. ഈപ്പൻ പാപ്പച്ചി പോലുള്ള തന്റെ മുൻകാല വേഷങ്ങളെ പോലെ ഈ കഥാപാത്രവും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പ്രധാന അടയാളപ്പെടുത്തലായി മാറുമെന്നും പ്രതീക്ഷിക്കാം. മലയാള സിനിമ ഇന്നും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത, എന്നാൽ ഏതു വേഷം തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച ഈ നടന്റെ കരിയർ ഗ്രാഫ് സ്വന്തം പ്രതിഭയുടെ ബലത്തിൽ നേടിയ വിജയമാണ്. സഹോദരൻ പൃഥ്വിരാജുമായും ഭാര്യ പൂർണിമയുമായുള്ള ഊഷ്മള ബന്ധം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന് കരുത്തേകുന്നു. മലയാള സിനിമയുടെ ഭാവിയിൽ ഇന്ദ്രജിത്ത് എന്ന നടന് കൂടുതൽ മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ.